രാഷ്ട്രീയ നിരീക്ഷകൻ ടി.ജി. മോഹൻദാസിനെ വേട്ടയാടുന്ന പോലീസ് നടപടിയിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. തീവ്ര മുസ്ലിം സംഘടനാ നേതാക്കളടക്കമുള്ളവർ നടത്തുന്ന വർഗീയ പരാമർശങ്ങൾ പോലും കണ്ടില്ല എന്ന് നടിക്കുന്ന ആഭ്യന്തര വകുപ്പിനെ ഇരട്ടത്താപ്പാണ് എന്നാണ് പ്രധാന വിമർശനം. ഡൽഹിയിലെ പാറ്റ സമരത്തിനെതിരെ നടത്തിയ പരാമർശത്തിന്റെ പേരിൽ മട്ടാഞ്ചേരിയിലെ വീട്ടിൽ കയറി കസ്റ്റഡിയിലെടുത്ത ടി.ജിയെ രാത്രിയോടുകൂടി തിരുവനന്തപുരം സൈബർ പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. പോലീസ് നടപടിക്കെതിരെ ടി.ജിയുടെ വീടിന് മുൻപിൽ നാട്ടുകാരും ശക്തമായ പ്രതിഷേധം ഉയർത്തിയിരുന്നു. ആദ്യമാ ദൃശ്യങ്ങളിലേക്ക്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ, ദിലീപ് കുറ്റിച്ചൽ, ഒപ്പം തന്നെ അനഘ എന്നിവർ ചേരുകയാണ്. ആദ്യം നമുക്ക് പോകേണ്ടത് ദിലീപിലേക്കാണ്. ദിലീപ്, ഇപ്പോൾ സൈബർ പോലീസ് സ്റ്റേഷനിൽ ടി.ജി. മോഹൻദാസിനെ എത്തിച്ചിട്ടുണ്ട്. ഈ വിഷയം വളരെ രാഷ്ട്രീയമായി ഏവരും ഉറ്റുനോക്കുന്ന ഒരു വാർത്ത കൂടിയാണ്. കാരണം ആഭ്യന്തര വകുപ്പ് നടത്തുന്ന ഇരട്ടത്താപ്പ് അത് വലിയ രീതിയിൽ ചർച്ചയാകുന്ന നിമിഷമാണ്. ഇപ്പോൾ കേസിന്റെ തുടർ നടപടികൾ എങ്ങനെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടി.ജെ. മോഹൻദാസുമായുള്ള ആ ഒരു പരാമർശത്തിലാണ് അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം സൈബർ പോലീസ് സ്റ്റേഷന് മുൻപാകെയാണ്. അദ്ദേഹം ഇപ്പോൾ നിലവിൽ അകത്തുണ്ട്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തെ വൈദ്യ പരിശോധനയ്ക്കായി തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കും. അതിനുശേഷമായിരിക്കും തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ അദ്ദേഹത്തെ ഹാജരാക്കുന്നത്. അതിനുശേഷമായിരിക്കും ബാക്കി നടപടികളിലേക്ക് കടക്കുന്നത്. എന്തായാലും ഇപ്പോൾ അദ്ദേഹം ഇതിനകത്താണ്, അതായത് നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഈ പോലീസ് ട്രെയിനിങ് കോളേജിന്റെ അകത്തുള്ള മുറിയിലാണ് ഇപ്പോൾ അദ്ദേഹം ഉള്ളത്. ഇത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിലാണ് എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നതും. കഴിഞ്ഞ ദിവസം രാത്രി 1:30 അദ്ദേഹത്തെ ഇവിടെ എത്തിച്ചതും. ആ സമയത്ത് നമ്മളും അതുപോലെ തന്നെ മറ്റു മാധ്യമപ്രവർത്തകർ എല്ലാവരും തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും കൊച്ചിയിൽ എങ്ങനെയായിരുന്നു, അതായത് കൊച്ചിയിൽ എത്രത്തോളം പ്രതിഷേധം ഉണ്ടായിരുന്നോ അത്തരത്തിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലും BJP പ്രവർത്തകരും അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരും ഒട്ടനവധി പേർ ഇവിടെ എത്തി പ്രതിഷേധം രേഖപ്പെടുത്തുകയും അദ്ദേഹത്തിന് വേണ്ടി മുദ്രാവാക്യം ഉയർത്തുകയും ചെയ്തിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പ്രത്യേകിച്ച് രാഗി പറഞ്ഞു വെച്ച കാര്യം തന്നെയാണ്. അതായത് പ്രധാനമന്ത്രിക്കെതിരെ കൊലവിളി ആഹ്വാനം നടത്തിയവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാതിരിക്കുകയും പാറ്റ സമരത്തിനെതിരെ വിമർശിച്ച ഇദ്ദേഹത്തിനെതിരെ കേസ് എടുക്കുകയും അതോടൊപ്പം തന്നെ അവധി ദിവസം നോക്കിയാണ്, അതായത് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഞായറാഴ്ചയാണ് കോടതി അവധിയായ ദിവസം നോക്കിയാണ് ഇത്തരത്തിൽ കേസ് എടുത്തത് എന്നടക്കമുള്ള ഒരു വിമർശനം ഉയരുന്നുണ്ട്. എന്തായാലും പ്രതിഷേധം ശക്തമാക്കാനാണ് ഇപ്പോൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരും അതോടൊപ്പം തന്നെ BJP അടക്കമുള്ളവർ രംഗത്തെത്തിയിരിക്കുന്നതും. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം BJPയുടെ ജനറൽ സെക്രട്ടറിയായി S. സുരേഷ് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ, അതായത് പ്രധാനമന്ത്രിക്കെതിരെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള കൊലവിളി നടത്തിയിട്ട് പോലും അവർക്കെതിരെ കേസ് എടുക്കുകയോ അല്ലെങ്കിൽ കേസുമായി മുന്നോട്ട് പോകാനോ ഈ രമേശ് ചെന്നിത്തലയുടെ സർക്കാരിനോ പോലീസിനോ കഴിഞ്ഞിട്ടില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിനെതിരെ ഇത്ര വേഗത്തിൽ അല്ലെങ്കിൽ ഇത്രയും തിടുക്കപ്പെട്ട കേസ് എടുക്കുക എന്നടക്കമുള്ള വിമർശനം ഉയരുന്നുണ്ടും. എന്തായാലും ഇതിനെ നിയമപരമായി നേരിടാൻ തന്നെയാണ് ഇപ്പോൾ നിലവിൽ രാഷ്ട്രീയ പാർട്ടിയും അതോടൊപ്പം തന്നെ മറ്റു സംഘടനകളും തീരുമാനിച്ചിരിക്കുന്നത്. രാഗി, ശരി ദിലീപ്, ഈ പറഞ്ഞതുപോലെ എന്താണ് ഇരട്ടത്താപ്പ് തന്നെയാണ് ചർച്ചയാകുന്നത്. കാരണം ആഭ്യന്തര വകുപ്പ് നടത്തുന്ന ആ ഒരു ഡബിൾ ഗെയിം കളിയുണ്ടല്ലോ, തിരിച്ചറിയുന്ന കാര്യം തന്നെയാണ്. നമുക്ക് ജിജീഷിന്റെ അടുത്ത് ചോദിക്കാം. ജിജീഷ്, എന്തായാലും ഇതിൽ നിന്ന് കൃത്യമായി വ്യക്തമാക്കുന്നത് ആ ഇരട്ടത്താപ്പിന്റെ നയമാണ്. പല മതവർഗീയ തീവ്രവാദികളും ശക്തമായി ഇതിലും വലിയ പ്രശ്നങ്ങളൊക്കെ നടത്തിയിട്ടും അവരെ ഒന്നും അറസ്റ്റാക്കാൻ കൂട്ടാത്ത, അവരെ ഒന്നും വിമർശിക്കാൻ തയ്യാറാകാത്ത സർക്കാരിന് എന്തൊരു ഊർജ്ജസ്വലതയാണ് പെട്ടെന്ന് പോയിട്ട് ധൃതിപ്പെട്ട് ടി.ജി. അറസ്റ്റ് ചെയ്യാൻ. അതിന്റെ രാഷ്ട്രീയം ആരെ പ്രേരിപ്പിക്കാനാണെന്നും കൃത്യമായിട്ട് നമുക്ക് വ്യക്തമല്ലേ? രാഹി, ഇതിലൊരു കൃത്യമായ പ്രീണന രാഷ്ട്രീയമുണ്ട് എന്നത് വളരെ വ്യക്തമാണ്. നേരത്തെ നിങ്ങൾ രണ്ടുപേരും സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ കേസെടുക്കേണ്ട എത്രയോ ആളുകൾ ഇവിടെ പുറത്ത് വിഹരിക്കുന്നു. അവിടെയാണ് യാതൊരു തരത്തിലുള്ള വിവാദം എന്ന് പറയാവുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കേസെടുക്കാവുന്ന വകുപ്പുകളിലേക്ക് കടക്കാവുന്നതോ ആയ കാര്യങ്ങൾ ഒന്നും തന്നെ ഉൾപ്പെടുത്താതെ ചില തൻ്റെ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞ യാതൊരു തരത്തിലും കലാപശ്രമത്തിനും മറ്റുമൊക്കെ കേസെടുക്കണമെങ്കിൽ സ്വാഭാവികമായും അത്തരത്തിലുള്ള പ്രസ്താവനകൾ ഉണ്ടാകണം. എന്നാൽ ഇവിടെ ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത് ടി.ജി. എന്ന വ്യക്തിയോടുള്ള വൈരാഗ്യം തീർക്കുക എന്ന ഒരു നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ പല അഭിപ്രായങ്ങളും പലരെയും നിരന്തരമായി അലോസരപ്പെടുത്തിയിരുന്നു. എന്തുകൊണ്ട് KM ഷാജിക്കെതിരെ കേസ് എടുക്കുന്നില്ല എന്ന ചോദ്യം അവിടെ പ്രസക്തമായി തന്നെ നിൽക്കുന്നു. KM ഷാജിക്കെതിരെ കേസ് എടുക്കാതെ മന്ത്രിയായി തുടരുന്ന ഒരു സ്ഥിതിയടക്കം ഉണ്ടാകുന്നുണ്ട്. അവിടെ മതമാണ് പ്രശ്നമെന്ന് പറഞ്ഞ ആളാണ് KM ഷാജി. മതത്തിനപ്പുറം
മറ്റൊന്നുമില്ല തനിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മതത്തിന്റെ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിച്ച KM ഷാജി, കൃത്യമായി തന്നെ മതബോധത്തോടെ പ്രവർത്തിച്ച KM ഷാജി ഇന്ന് മന്ത്രിയായി നിൽക്കുന്നു. ഒരു കേസും KM ഷാജിക്കെതിരെ എടുത്തിട്ടില്ല. കാലങ്ങളായുള്ള ഈ ഒരു സമാനമായ അവസ്ഥകൾ നമുക്ക് പല ഘട്ടങ്ങളിലും കാണാൻ കഴിയും. ഏറ്റവും ഒടുവിൽ ജന്തർ മന്ദിർ സമരത്തിലടക്കം പ്രധാനമന്ത്രിയെ അവഹേളിച്ചവർക്കെതിരെ കേസുകളില്ല. യൂട്യൂബിൽ വിദ്വേഷ പരാമർശങ്ങൾ നടത്തിയ ആളുകൾക്കെതിരെ കേസില്ല. പ്രധാനമന്ത്രിയെ കൊലപ്പെടുത്തുമെന്ന് പോലും ഭീഷണിപ്പെടുത്തിയ ആളുകൾ കേരളത്തിലുണ്ട്. ഒപ്പം തന്നെ കേരളത്തിന് പുറത്ത് മറ്റു സ്ഥലങ്ങളിലുമെല്ലാം ഉണ്ട്. അവർക്കെതിരെ ഒന്നും ഒരു ചെറുവിരൽ അനക്കാത്ത സംവിധാനങ്ങളാണ്, ഈ പോലീസ് സംവിധാനങ്ങളാണ് ഇത്തരത്തിൽ TG എന്ന രാഷ്ട്രീയ നിരീക്ഷകൻ മാത്രമല്ല രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ കൃത്യമായ നിലപാടുകൾ വ്യക്തമാക്കുന്ന, കൃത്യമായ തൻ്റെ നിലപാടുകൾ ചങ്കൂറ്റത്തോട് തുറന്നു പറയുന്ന, ദേശീയതയ്ക്കൊപ്പം നിന്ന് ആ ഒരു ആശയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ് TG മോഹൻദാസ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പലപ്പോഴും അലോസരപ്പെടുത്തിയിട്ടുള്ളത് മുസ്ലിം ലീഗിനെയാണ്. വർഗീയ കാഴ്ചപ്പാടുകൾ വെച്ച് പുലർത്തുന്ന മുസ്ലിം ലീഗിൻ്റെ ചില നേതാക്കളെയാണ്, ചില കോൺഗ്രസിൻ്റെ നേതാക്കളെയും കോൺഗ്രസിനെയുമാണ് അലോസരപ്പെടുത്തിയിരിക്കുന്നത്. CPM-നെതിരെ അദ്ദേഹത്തിൻ്റെ ഒളിയമ്പുകൾ നിരന്തരമായി ഉണ്ടാകാറുണ്ട്. ആ CPM-നെയും കൃത്യമായി തന്നെ TG മോഹൻദാസ് എന്ന വ്യക്തിയുടെ അഭിപ്രായ പ്രകടനങ്ങൾ അലോസരപ്പെടുത്തുന്നു എന്നതുകൊണ്ട് തന്നെയാണ് വിവിധ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വിവിധ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് TG മോഹൻദാസിനെതിരെ കേസെടുത്തിരിക്കുന്നത്. നേരത്തെ MM മണിക്കെതിരെ സമാനമായ ആരോപണം വന്നപ്പോൾ, സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയ MM മണിക്കെതിരെ കേസെടുക്കാൻ വകുപ്പില്ല, കേസെടുത്താലും ക്രിമിനൽ കുറ്റം ചുമത്താൻ കഴിയില്ല എന്നെല്ലാം കൃത്യമായി രേഖാമൂലം മറുപടി നൽകിയ ഒരു DYSP അന്ന് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് MM മണിക്കെതിരെ കേസെടുക്കാൻ കഴിയില്ല എന്നാണ്. പെമ്പിളെ ഒരുമയുടെ സമരത്തിലായിരുന്നു, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതികരണമായിരുന്നു വളരെ മോശം ഭാഷയിൽ സ്ത്രീകളെ അവഹേളിച്ചുകൊണ്ട് അപമാനിച്ചുകൊണ്ട് MM മണി, മുൻ മന്ത്രി കൂടിയായ MM മണി അന്ന് നടത്തിയത്. അതിനെതിരെ യാതൊരു കേസും എടുത്തില്ല. സജി ചെറിയാൻ, ഭാരതത്തിന്റെ ഭരണഘടനയെ പോലും അവഹേളിച്ച സജി ചെറിയാൻ വീണ്ടും മന്ത്രിസ്ഥാനത്തേക്ക് തിരിച്ചെത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. അവിടെയും സജി ചെറിയാനെതിരെ ഈ രീതിയിലാണോ സജി ചെറിയാനെതിരെ പോലീസ് സംവിധാനങ്ങൾ അന്ന് പ്രവർത്തിച്ചിരുന്നത് എന്നത് കൃത്യമായ പരിശോധന വിധേയമാക്കേണ്ട കാര്യമാണ്. ഏറ്റവും ഒടുവിൽ ഇതുമായി ബന്ധപ്പെട്ട് ഗതാഗത മന്ത്രി CP ജോൺ അടക്കം സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നടത്തി. അവിടെയൊന്നും ഒരു തരത്തിലുള്ള കേസുകളുമില്ല, ഒരു തരത്തിലുള്ള നടപടികളുമില്ല. അവിടെയാണ് 70 വയസ്സ് പിന്നിട്ട 71 വയസ്സുകാരനായ TG മോഹൻദാസ് എന്ന സൈദ്ധാന്തികനെ, കൃത്യമായി തന്നെ രാഷ്ട്രീയ നിരീക്ഷകനെ, തൻ്റെ സിദ്ധാന്തങ്ങൾ ശക്തമായി അവതരിപ്പിക്കുന്ന സൈദ്ധാന്തികനെ അത്തരം നിലപാടുകളിലൂടെ ചങ്കൂറ്റത്തോടെ നിരവധി ആളുകൾ ആരാധനയോടെ കാണുന്ന TG മോഹൻദാസിനെ വീട്ടിൽ 2 മണിക്കൂറിലധികം പോലീസ്, 3 മണിക്കൂറോളം പോലീസ് പുറത്തും അകത്തും ബന്ദോബസ്ത് തീർത്തതിന് ശേഷം ഒരു വീട്ടുതടങ്കലിന് സമാനമായ അവസ്ഥയിൽ ആ പ്രായമുള്ള മനുഷ്യനെ ഇരുത്തിയതിന് ശേഷം അദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച, കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്ന കാഴ്ച തന്നെയാണ് കേരളം കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് വലിയൊരു പ്രതിഷേധം അവിടെ ഉണ്ടാവുകയും വിവിധ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJP-യും മറ്റ് അനുബന്ധ സംഘടനകളുമെല്ലാം ശക്തമായ പ്രതിഷേധം അറിയിക്കുകയും എല്ലാം തന്നെ ചെയ്തത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു അവധി ദിവസം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ എത്തുന്നു. ആദ്യം അദ്ദേഹത്തിൽ നിന്ന് ചില വിവരങ്ങൾ ശേഖരിക്കാനാണ് തങ്ങൾ വന്നത് എന്ന് പറയുന്ന ആളുകൾ അല്പസമയത്തിനകം അവരുടെ നിലപാട് മാറ്റുന്നു. നിരന്തരമായ കോളുകൾ ആ സമയത്ത് തിരുവനന്തപുരത്ത് നിന്ന് അടക്കം വരുന്നു. അതിൽ ഉന്നത ഉദ്യോഗസ്ഥരുണ്ട്, സെക്രട്ടേറിയറ്റിൽ നിന്നുള്ള ചില തലോട്ടപ്പന്മാരായ ആളുകളുണ്ട്. അത്തരം ആളുകളുടെ എല്ലാം തന്നെ കോളുകൾ നിരന്തരമായി ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വരികയാണ്. അങ്ങനെയാണ് അവർ മിനിറ്റുകൾക്കകം അവരുടെ തീരുമാനങ്ങളിൽ മാറ്റം വരുത്തുന്നത്. TJ ചോദ്യം ചെയ്യുക മാത്രമാണ് ലക്ഷ്യം. ചില ഡിജിറ്റൽ ഡിവൈസുകളൊന്ന് പരിശോധിച്ച് പോകുമെന്ന് അറിയിച്ചിരുന്ന, അവിടെ ഉണ്ടായിരുന്ന ആളുകളെ അറിയിച്ചിരുന്ന അതേ പോലീസ് സംഘം പിന്നീട് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് മാത്രമേ തങ്ങൾ പോവുകയുള്ളൂ എന്ന രീതിയിലേക്ക് പറയുന്നു. നിയമവിദഗ്ധരടക്കമുള്ള ആളുകൾ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നു. അവിടെ BJP-യുടെ പ്രവർത്തകരുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ നാട്ടുകാരുണ്ടായിരുന്നു, അദ്ദേഹത്തെ സ്നേഹിക്കുന്ന നിരവധി ആളുകൾ ആ ഒരു ഭാഗത്ത് ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു ഈ ഒരു അറസ്റ്റ് ഉൾപ്പെടെയുള്ള നീക്കങ്ങളെ തങ്ങൾ ചെറുക്കും, കാരണം ഏതെങ്കിലും തരത്തിൽ അറസ്റ്റിലേക്ക് കിടക്കേണ്ട ഒരു സാഹചര്യവുമില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയെങ്കിൽ കസ്റ്റഡിയിൽ എടുത്തു കൊണ്ടുപോകുമെന്ന കടുത്ത നിലപാടിലേക്ക് കൊണ്ടുപോവുകയും അങ്ങനെ അദ്ദേഹത്തെ തിരുവനന്തപുരത്തേക്ക് എത്തിക്കുകയും എല്ലാമാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് അതിന് പിന്നിലുള്ള രാഷ്ട്രീയം കൃത്യമായി തന്നെ പോലുള്ളവരെ തൊടാതെ സംരക്ഷിച്ചു പോരുന്ന
ഒരു എന്താണ് ഭരണപ്രതിപക്ഷ നടപടി അല്ലെങ്കിൽ ആ ഒരു അവരുടെ നാടാണ്. അവിടെയാണ് TG മോഹൻദാസിനെ പോലുള്ള ഒരു വ്യക്തിയെ ഇത്തരത്തിൽ അതും ഒരു അവധി ദിവസം നോക്കി കൃത്യമായി വേട്ടയാടലിന് വിധേയമാക്കിയത് എന്നുള്ളതാണ്. നമുക്ക് അനഖയിലേക്ക് കൂടി പോകാം. അനഖ, നേരത്തെ ജിജീഷ് കരുണാകരൻ പറഞ്ഞു വെച്ചതിൽ നിന്ന് ഞാൻ തുടങ്ങുകയാണ്. അതായത് കൃത്യമായ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ പലതരത്തിലുള്ള നേതാക്കളിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പ്രദേശമാണ് മലബാർ മേഖല. പ്രത്യേകിച്ച് സമസ്തയുടെ ചില വാവിട്ട വാക്കുകളൊക്കെ നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്. എന്നിട്ട് പോലും അതായത് ഒരു സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയാൽ, സ്ത്രീകളെ അവഹേളിച്ചാൽ ഏത് തരത്തിലുള്ള കുറ്റമാണ് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത്, ഏതൊക്കെ വകുപ്പുകൾ ഇടാം, ജാമ്യം പോലും ലഭിക്കാത്ത കുറ്റങ്ങളാണ്. പക്ഷേ അവിടെ പോലും സർക്കാർ സ്വീകരിച്ചിട്ടുള്ള നിലപാടൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അവിടെയാണ് TG മോഹൻദാസിനെ പോലൊരു വ്യക്തി, ഒരു കേസ് വന്നാൽ തീർച്ചയായും സഹകരിക്കുന്ന, അന്വേഷണവുമായി സഹകരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. എന്നിട്ട് പോലും ഇത്തരത്തിലൊരു ഭീകരാന്തരീക്ഷമൊക്കെ സൃഷ്ടിച്ച് അദ്ദേഹത്തെ പ്രായം പോലും കണക്കിലെടുക്കാതെ പോലീസ് വാഹനത്തിൽ കയറ്റിക്കൊണ്ടു പോകുന്ന സാഹചര്യം, അത്തരത്തിലൊരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഇത് ആരൊക്കെ സന്തോഷിപ്പിക്കാനാണ്, ആരെ പ്രീണിപ്പിക്കാനാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന്, VD സതീശൻ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളത് പൊതുസമൂഹം തിരിച്ചറിയുന്നില്ലേ? രാഖി, തീർച്ചയായും ഈ ഇസ്ലാമിക മതപണ്ഡിത സഭയായിട്ടുള്ള സമസ്ത, ഈ സമസ്തയുടെ നേതാക്കൾ പലതും നിരന്തരം സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിലേറ്റവും സമൂഹം ചർച്ച ചെയ്ത ഒന്നായിരുന്നു ഉമ്മർ ഫൈസി, സമസ്ത നേതാവായിട്ടുള്ള ഉമ്മർ ഫൈസി മുക്കം നടത്തിയ പ്രസ്താവന. തട്ടമിടാത്ത സ്ത്രീകളെല്ലാം അഴിഞ്ഞാട്ടക്കാരികൾ എന്നായിരുന്നു പരസ്യമായി ഒരു ചർച്ചയ്ക്കിടെ ഉമ്മർ ഫൈസി മുക്കം നടത്തിയ പ്രസ്താവന. ഈ പ്രസ്താവനയ്ക്ക് പിന്നാലെ ഒരു VP സുഹറ പരസ്യമായി ഒരു പൊതുവേദിയിൽ വെച്ച് തട്ടമൂരിക്കൊണ്ട് വലിയ പ്രതിഷേധം നടത്തുകയും നടക്കാവ് പോലീസിൽ പരാതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പരാതിക്ക് മേൽ മാസങ്ങളോളം അടയിരിക്കുകയായിരുന്നു പോലീസ്. ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളത്. അതിനുശേഷം വലിയ രീതിയിൽ സമ്മർദ്ദം ശക്തമായതിന് പിന്നാലെ കണ്ണിൽ പൊടിയിടാൻ മാത്രം ഒരു FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്തു എന്നല്ലാതെ ഉമ്മർ ഫൈസിയെ വീട്ടിലെത്തി അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു വേട്ടയാടലോ ഈ നേതാവിനെതിരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. കാരണം കൃത്യമായി സ്ത്രീകളെ അവഹേളിക്കുന്ന, അപമാനിക്കുന്ന രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമാണ് ഈ ഉമ്മർ ഫൈസി മുക്കം അന്ന് നടത്തിയിരുന്നത്. തട്ടമിടാത്ത സ്ത്രീകളൊക്കെ അഴിഞ്ഞാട്ടക്കാരികളാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ സമൂഹത്തെ മുഴുവൻ അപമാനിക്കുന്ന രീതിയിലായിരുന്നു പ്രസ്താവന നടത്തിയത്. ഇത് മാത്രമല്ല, സമസ്തയിലെ മറ്റ് പല നേതാക്കളും, അതായത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി പരസ്യമായി വന്ന് ഒരു പൊതുവേദിയിലെത്തി ഈ സമ്മാനം, നല്ല മാർക്ക് വാങ്ങിയതിന് സമ്മാനം വാങ്ങിയ ആ പെൺകുട്ടിയെ അപമാനിച്ച് അവഹേളിച്ച് ആ വേദിയിൽ നിന്ന് ഇറക്കി വിടുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അബ്ദുള്ള മുസ്ലിയാർ ആയിരുന്നു അന്ന് പരസ്യമായി അത്തരത്തിലൊരു ഇത്തരം പെൺകുട്ടികളെ ഈ വേദിയിലേക്ക് വിളിച്ചാൽ ഉണ്ടല്ലോ എന്ന് ആക്രോശിക്കുന്ന ഒരു സമസ്ത നേതാവിനെ അന്ന് കണ്ടിരുന്നു. അന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി ലഭിച്ചിരുന്നു. പക്ഷേ ആ പരാതിക്ക് മേൽ ഒരു നടപടി, ഒരു കേസെടുക്കാനോ, അതൊരു കുട്ടിയാണ് പൊതുവേദിയിൽ വെച്ച്, ഒരു പെൺകുട്ടിയാണ് പൊതുവേദിയിൽ വെച്ച് അപമാനിതയായി ഇറങ്ങിപ്പോരേണ്ടി വന്നത്. ആ കുട്ടിക്ക് അതുണ്ടാക്കുന്ന ഒരു ട്രോമ അത് വലുതാണ്. പക്ഷേ അപ്പോൾ പോലും ഒരു കേസെടുക്കുന്നതിലേക്ക് പോലീസ് കടന്നിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല, ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, കഴിഞ്ഞ ഈ ഇലക്ഷൻ സമയത്തൊക്കെ തന്നെ ഈ മുസ്ലിം സ്ത്രീകൾ അല്ലെങ്കിൽ സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ചിരുന്ന് മത്സരിക്കുന്നത്, മത്സര രംഗത്തേക്ക് ഇറങ്ങരുത്, അങ്ങനെ ഇടകലർന്ന് സംസാരിക്കരുത്, സ്ത്രീയും പുരുഷനും തമ്മിൽ കൈ കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്ത്രീകളെ വലിയ രീതിയിൽ അപമാനിക്കുന്ന പരാമർശങ്ങൾ തുടരെ സംസ്ഥാന നേതാക്കളുടെ ഭാഗത്ത് നിന്ന് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അങ്ങനെ പരാമർശങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും, അവർക്കെതിരെ പരാതി ഉണ്ടാകുമ്പോൾ പോലും കേസെടുക്കാനോ വീട്ടിൽ കയറി ചെന്ന് അറസ്റ്റ് ചെയ്യാനോ ഒരു നീക്കവും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. സംസ്ഥാന നേതാക്കൾക്കപ്പുറം മുസ്ലിം ലീഗിന്റെ പല നേതാക്കളുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട്. നേരത്തെയൊക്കെ തന്നെ ജിജീഷ് കരുണാകരൻ സൂചിപ്പിച്ചതുപോലെ മതമാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രസ്താവന നടത്തിയിട്ടുള്ള, വലിയ വിവാദ പരാമർശം നടത്തിയിട്ടുള്ള KM ഷാജിയൊക്കെതിരെ പരാതികൾ നിരന്തരം പല പോലീസ് സ്റ്റേഷനുകളിലും ഈ KM ഷാജിക്കെതിരെ പരാതി ഉണ്ടായിരുന്നു. പക്ഷേ ആ പരാതിക്കെതിരെയൊന്നും ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ അമ്പലത്തിൽ പോകുന്ന സ്ത്രീകളൊക്കെ ഈറനുടുത്ത് അമ്പലത്തിൽ പോകുന്നത് ശരീര പ്രദർശനത്തിനാണ് എന്ന് ഒരു CPM-ന്റെ ഒരു വനിതാ നേതാവ് തന്നെ പരാമർശം നടത്തിയിട്ടുണ്ട്. അതിനെതിരെയും ഒരു നടപടിയും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. MM മണിക്കെതിരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. പക്ഷേ ഏകപക്ഷീയമായി ചിലർക്കെതിരെ മാത്രം നടപടിയെടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്.